ഈ ക്രൈസ്തവ വിരുദ്ധമായ ഒരു സിനിമ ഇത്രയും ഭീകരമായി ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ക്രൈസ്തവർ മിണ്ടുന്നില്ല, അവരറിഞ്ഞിട്ടില്ല. അതറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പച്ചയായ പെന്തക്കോസ്തുകാർ സിനിമ കാണത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇനിയും എന്താണ് പശ്ചാത്തലം എന്നൊന്ന് പറയാം. പൃഥ്വിരാജ് എന്നൊരു നടൻ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ ഇപ്പോൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ എന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മഹത്വം കൊടുത്തു വിളിക്കുന്ന നമ്മുടെ ദൈവത്തെ അവഹേളിച്ചുകൊണ്ട്, അല്ലെ ദൈവത്തിന് പകരമായിട്ട് ആ മഹത്വം എടുത്ത് തൻ്റെ എതിരാളിക്ക് കൊടുത്തുകൊണ്ട് ആ പിശാചിനെ ഉയർത്തുന്ന ഒരു സിനിമയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് റിവ്യൂ പറയുവാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കേട്ടത് വെച്ച് ഞങ്ങൾ ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. മൊബൈൽ തുറക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ പേജിലേക്ക് കയറി വരുന്നതാണ് ഈ സിനിമ. ഇതിൻ്റെ പേര് വായിച്ചപ്പോൾ തന്നെ എന്തൊരു അപകടം എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു മലയാളം വാക്ക്. ഞാൻ മലയാളിയാണെങ്കിലും എല്ലാ മലയാളം വാക്കുകളും എനിക്ക് അറിയണമെന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, അതിനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ അച്ഛന്മാരും എല്ലാ പാസ്റ്റർമാരും ഇതിനോട് പ്രതികരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് ഇതെന്തുവാണെന്ന് അറിയാൻ എനിക്കൊരു ഇത് തോന്നിയത്. അങ്ങനെ ഞാൻ പലരുടെ റിവ്യൂ കേട്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഒരു സിനിമ ഇറങ്ങി ആ സിനിമയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഇനി ഞാനങ്ങ് ഡിവൈഡ് ചെയ്യാൻ രണ്ടായിട്ട്. 1 രാഷ്ട്രീയത്തെ അവഹേളിക്കുന്നു, 2 ക്രിസ്തു മതത്തെ കംപ്ലീറ്റ്ലി അവർ അവഹേളിക്കുന്നു. എന്നാൽ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാനങ്ങ് മാറ്റി നിർത്തുകയാണ്. ഇനിയും ക്രിസ്തു മതത്തെ അവഹേളിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു കേൾക്കുന്നത്, കുരിശിനെ തലകീഴായി വീഴ്ത്തി അതിനെ പിന്നെ ഒരു എൽ ഷേപ്പിലാക്കി ലൂസിഫറിന് മഹത്വം കൊടുത്തു, അല്ലെങ്കിൽ ലൂസിഫർ ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിനെ ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാമോ ആ രീതിയിലൊക്കെ അവഹേളിച്ചുകൊണ്ട് പള്ളിയെ തകർത്ത് എല്ലാ രീതിയിലും ക്രിസ്ത്യാനികൾക്കും ക്ഷതം വരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഹൃദയത്തൊന്ന് മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് ഈ സിനിമയെന്നാണ് ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികളെ ആണെന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ക്രിസ്ത്യാനികൾ ഒന്നും മിണ്ടുന്നില്ല. അഥവാ ആരെങ്കിലും പ്രതികരിക്കുന്നു എങ്കിൽ തന്നെയും വളരെ ലോലമായി, വളരെ സരളമായി, വളരെ സൗമ്യതയോടെ, വളരെ സ്നേഹത്തോടെ ആണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ. ഇത് കണ്ടിട്ട് കേരളത്തിലെ മലയാളികൾക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റേതൊരു ജാതിയായാലും മതമായാലും ശരി, അവർക്ക് നേരെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവർ പ്രതികരിക്കാവുന്ന എല്ലാ രീതിയിലും അവർ പ്രതികരിക്കും. എന്നാൽ ക്രിസ്ത്യാനികൾ പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ള ന്യൂസ് ചാനലുകളെ അതിശയിപ്പിക്കും. എന്തുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മിണ്ടുന്നില്ല? ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഇതൊന്നും അറിയില്ല, ക്രിസ്ത്യാനിക്ക് ധൈര്യമില്ല. ഇന്ന് ചെറുതായിട്ട് കുന്തിരിക്കം വാങ്ങി വെച്ചോ ഇത് കണ്ടപ്പോഴേ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ ഗ്യാസ് പോയി. ക്രിസ്ത്യാനിറ്റിയെ തകർത്തിട്ട് ഇസ്ലാമിക ജിഹാദ് നടപ്പാകുന്നു. അതെ, അതാണ് എന്റെ മെസ്സേജ്. കേരളത്തിലെ ക്രൈസ്തവരായ ആളുകൾക്ക് മനസ്സിലായില്ലേ? അതെനിക്ക് പിടികിട്ടാത്തത്. വേറെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഒരു പള്ളി തകർക്കുന്നു, അതിന്റെ മുകളിൽ നിന്ന് കുരിശ് തകർന്നു വന്നിട്ട് ലൂസിഫർ ചെകുത്താന്റെ അടയാളമായിട്ട് മാറുന്നു പറഞ്ഞാൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ ക്രൈസ്തവ സഭകളിലൊന്നും ആൺകുട്ടികളില്ലാന്ന് തോന്നുന്നു. ഇവരുടെ പരാതി എന്ന് പറയുന്നത്, ഒന്ന്, നല്ല ചുണയുള്ള ആമ്പിള്ളാര് ക്രിസ്ത്യൻ സമൂഹത്തിലില്ല. അല്ലെങ്കിൽ നീ എന്ത് പടം ചെയ്തെന്ന് ചോദിച്ച് ചെകിട്ടത്ത് 2 കൊടുക്കാൻ കഴകത്തുള്ള ആണുങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ കുന്തിരക്കം എടുത്തപ്പോൾ തന്നെ പുകയായി തീർന്ന ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ തീരെ ബലഹീനരായ ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ. പിന്നെ ഒന്നുകൂടെ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു കൂട്ടം മതമാണ് ക്രിസ്ത്യാനി എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഇനി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ, അവർ ഈ കാള പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന കൂട്ടത്തിലല്ല. ക്രിസ്തു നിമിത്തം ഞങ്ങളെ തന്നെ ബലഹീനരാക്കിയവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബലഹീനരെന്ന് നടിച്ച് ജീവിക്കുന്നതിൻ്റെ കാര്യം. കാരണം ഞങ്ങളുടെ രാജാവായ യേശു, ഞങ്ങളുടെ ലീഡർ അല്ലെങ്കിൽ ഞങ്ങളുടെ നായകനായ യേശു ക്രൂശിക്കാൻ കൊണ്ട് നിർത്തിയപ്പോൾ പോലും ഒരു വാക്ക് പോലും ഉരിയാടാതെ ആ ക്രൂശ് മരണം ഏറ്റെടുത്തവനാണ് ഞങ്ങളുടെ ലീഡർ. 2, ഞങ്ങൾ പച്ചയായ പെന്തക്കോസ്തുകാർ. ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ പലരും ക്രിസ്ത്യാനികൾ സിനിമ കാണുന്നവരുണ്ടെന്ന് ഞാൻ പിന്നീടാണ് അത് മനസ്സിലാക്കിയെടുക്കുന്നത്. ഞങ്ങൾ പെന്തക്കോസ്തുകാർ, അല്ലെങ്കിൽ നല്ല പച്ചയായ പെന്തക്കോസ്തുകാർ, സത്യ പെന്തക്കോസ്തുകാർ ഉണ്ടെങ്കിൽ അവർ സിനിമ കാണാറില്ല. ചെറുപ്പത്തിൽ വെള്ളം പപ്പായും അമ്മയൊക്കെ കളിപ്പിച്ച് പോയി കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ വചനത്തിൽ വളർന്നു വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് ജഡത്തെ കംപ്ലീറ്റ്ലി മലിനമാക്കുന്ന ഒന്നാണ്. നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ വിചാരങ്ങളാകട്ടെ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ആ സിനിമ കാണുമ്പോൾ മാത്രമുള്ള ഒരു സന്തോഷം, നിലനിൽക്കുന്ന
കിട്ടുന്ന സന്തോഷം ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് ജഡത്തെ മലിനമാക്കുന്നു, ജഡത്തെ ചീർപ്പിക്കുന്ന, ജഡത്തെ മാത്രം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ യാതൊരു വർധനവും തരാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് ഞങ്ങൾ സിനിമയെ വെട്ടിക്കളഞ്ഞ് പെന്തക്കോസ്തുകാരായിട്ടാണ് ജീവിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് പാസ്റ്റർ PG വർഗീസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആ സിനിമ എന്ന വാക്കിനൊരു നിർവചനം, അതാണ് സിൻ പ്ലസ് മാ, അല്ലെങ്കിൽ മാ എന്ന് പറയുമ്പോൾ അമ്മ, സിൻ എന്ന് പറഞ്ഞാൽ പാപം, അല്ലെങ്കിൽ പാപത്തിൻ്റെ മാതാവ് എന്നുള്ളതാണ് സിനിമയ്ക്ക് എന്ന ആ വാക്കിന് കൊടുത്തിരിക്കുന്ന നിർവചനം. അത് ഏറെക്കുറെയൊക്കെ ശരിയാണ് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതും അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്തിൽ ജനിച്ചു വീഴുന്ന, അതിൽ വളർന്നു വരുന്ന, അതിൻ്റെ സത്യം മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ അടിയുറപ്പിൽ ജീവിക്കുന്ന ഒരൊറ്റ വിശ്വാസി പോലും, ഒരൊറ്റ പെന്തക്കോസ്തുകാർ പോലും വടിയെടുത്ത് തല്ലാനോ, അല്ലെങ്കിൽ ചെകിട്ടത്ത് 2 കൊടുക്കാനോ, അല്ലെങ്കിൽ ചെരുപ്പെടുത്ത് 2 കൊടുക്കാനോ, അല്ലെങ്കിൽ പബ്ലിക്കിൽ കിടന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടാനൊന്നും ഞങ്ങൾ പെന്തക്കോസ്തുകാരെ കിട്ടുകയില്ല. കഴിവതും സകലതും ഞങ്ങളുടെ രഹസ്യമുറിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളെ നേടിയെടുക്കുന്നവരാണ്. അതാണ് ഞങ്ങളുടെ ജീവചരിത്രം തെളിയിച്ചിട്ടുള്ളത് മൊത്തം. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങൾ പുറമേ കാണുന്നത് പോലെയല്ല. സകലതും സഹിക്കുക, സകലതും പ്രാർത്ഥനയിൽ ദൈവത്തോട് അറിയിക്കുക. ഞങ്ങളുടെ ആൾബലം കാണിക്കുന്നില്ല, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബലമോ ഞങ്ങളുടെ കായിക അഭ്യാസങ്ങളോ ഒന്നും തന്നെ കൊണ്ടല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യുദ്ധം അത് യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. സൈന്യം, ബലം, കുതിര, രഥം ഇങ്ങനെയുള്ള ഒന്നിലുമല്ല ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളുടെ ആശ്രയം അത് ക്രിസ്തുവിലാണ്. പുറമേ കണ്ടാൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിലല്ല ഞങ്ങൾ പോരാടുന്നത്. പിശാച് എന്ന് പറയുന്നവൻ പണ്ട് മുതൽ തന്നെ ദൈവത്തോട് എതിർക്കുന്നവനാണ്. ഞാൻ ഉന്നതനാകും, ഞാൻ ദൈവത്തോട് സമനാകും, എൻ്റെ സിംഹാസനം അവൻ മീതെ വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം മുതൽ തന്നെ എതിർക്കുന്നവനാണ്. അതുകൊണ്ടാണല്ലോ വെട്ടേറ്റ് താഴെ വീണത്. നമ്മളെ കുറെ ചതിക്കുക, വഞ്ചിക്കുക, ഭോഷ്കിൽ അടച്ചു വെക്കുക എന്നൊക്കെ ഉള്ളതിനേക്കാളും ഉപരിയായിട്ട് പിശാച് ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൂസിഫർ എന്ന ആ ശക്തി ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ മഹത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും പോരാടുന്നത് അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തമ്പുരാൻ എന്ന വാക്ക് മാറ്റി അവൻ്റെ മഹത്വത്തിന് വേണ്ടി മറ്റൊരു പേരിട്ട് അവനെ തന്നെ ഉയർത്തി കാണിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമം എടുത്ത് തന്നെത്താനെ ഇട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വായിൽ കൂടെ തനിക്കൊരു മഹത്വം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. തമ്പുരാനെ എന്ന് നമ്മൾ വിളിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ശക്തിയും പദവിയും ഒക്കെ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, അത് മറ്റൊരു വാക്കിൽ ആക്കിക്കൊണ്ട് ആ മഹത്വം മൊത്തം തനിക്ക് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അങ്ങോട്ട് 500 കോടിയിലേറെ ആൾക്കാരെ കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത്രയും പേരുടെ വായിലൂടെ ഈ പേര് പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ തനിക്ക് തന്നെ മഹത്വം എടുത്തുകൊണ്ട് എന്തൊക്കെയോ വലിയവനെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ ദൈവം പെട്ടെന്ന് പ്രതികരിക്കുന്ന ദൈവമല്ല. ദൈവം സർവ്വ അധികാരിയായി ഇരുന്നുകൊണ്ട് സകലത്തിനെയും കൺട്രോൾ ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടും എതിർത്തിട്ടുമല്ല ഈ സിനിമ ഇത്രയും വിപ്ലവത്തിലൂടെ കടന്നുപോയത്. ഞാൻ മനസ്സിലാക്കിയതോടെ 1, 2 കട്ടില്ല 24 കട്ട് കഴിഞ്ഞ് പിന്നെയും അത് റീമേക്ക് ചെയ്ത് റിലീസാകുന്നു എന്നാണ് ഞാൻ കേൾക്കാൻ ഇടയായത്. വചനം പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെയെങ്കിൽ മഹത്വം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദൈവത്തിന് ഞങ്ങൾ ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ വിപ്ലവത്തിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ എതിർക്കാനോട്ട് വരികയുമില്ല. എന്നാൽ ദൈവത്തിനായി ഞങ്ങൾ കാത്തിരിക്കും. ഒരു ദിവസം ദൈവം എഴുന്നേൽക്കും. പക്ഷേങ്കിൽ അതിനു മുമ്പേ പിശാചിന് തൻ്റെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ലൂസിഫറിന് തൻ്റെ പ്രവൃത്തികൾ മൊത്തം തികയ്ക്കുവാൻ ഉള്ള സമയം ദൈവം വിട്ടുകൊടുക്കും. നമ്മൾ പറയുന്ന ഈ ഒരു ദിവസം കൊണ്ട് തന്നെ പ്രതികാരം ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ന്യൂസ് ചാനലുകൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അടക്കം പറയുന്നത് കൊണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അത് ദൈവത്തിന് മുമ്പിൽ 1000 സംവത്സരം പോലെയാണ്. അതുകൊണ്ട് എത്ര ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നാലും ശരി, ഞങ്ങൾ കാത്തിരിക്കും. പക്ഷെങ്കിൽ ഇതിൽ പൂർണ്ണ ജയം, ഇതിൻ്റെ അവസാനമായി മറുപടി പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരിക്കും. പണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു സിനിമ ഇറങ്ങി, ട്രാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമ റിലീസ് ചെയ്തതും കോവിഡ് തുടങ്ങി. ഞങ്ങളാരും ഒന്നും ചെയ്തില്ല, ഞങ്ങൾ എതിർക്കാനും വന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അത് സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുവാൻ ജനത്തിന് സൗകര്യം കിട്ടിയില്ല, കാരണം കോവിഡ് നിമിത്തം. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതിൻ്റെ പിറകിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ പറയുന്ന സമയത്തല്ല, നമ്മൾ നോക്കിയിരിക്കുന്ന നേരത്തുമല്ല. ദൈവത്തിന് അതിൻ്റെതായ സമയങ്ങളുണ്ട്. ഒരു ഗർഭിണി 9 മാസം തികച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെ തന്നെ പിശാചിനും
അവൻ്റെ സകല പ്രവൃത്തികളും തികയ്ക്കുവാൻ ദൈവം പൂർണ്ണ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ മാനസാന്തരപ്പെടേണ്ടവർക്ക് മാനസാന്തരപ്പെടാം, തെറ്റ് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കിയെടുക്കാം, പാപത്തെ വിട്ടൊഴിയേണ്ടവർക്ക് ഒഴിഞ്ഞു മാറിയിരിക്കാം. അതിനെല്ലാം പൂർണ്ണ സാവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. വചനം പറയുന്നു, ഒരു ദുഷ്ടൻ്റെ മരണത്തിൽ പോലും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നവനല്ല, അല്ലെങ്കിൽ സന്തോഷിക്കുന്നവനല്ല. എല്ലാവരും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തോട് ചേരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന ദൈവം ആരാണ്, ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ യേശു ക്രിസ്തു ആരാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരാം. ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധന നാമമുള്ളവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവനായി, ശാശ്വത രാജാവായി നിത്യദൈവമായി വാഴുന്നവൻ, അവൻ ആദി, അവൻ അന്തം, അവൻ അൽഫ, അവൻ ഒമേഗ, അവൻ ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, 7 നക്ഷത്ര വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ അഗ്നി ജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ, മാർത്ത് വൻകിച്ച കിട്ടിയവൻ, ഇരുവായത്തുള്ള മൂർച്ചേറിയ വാൾ വായിലുള്ളവൻ, വെള്ളോട്ടിന് സദൃശമായി കാലുകളുള്ളവൻ, മൗനമായി നിശബ്ദതയുടെ പടികളിലൂടെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് പാതാളത്തോട് വെല്ലുവിളിച്ച് പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എനിക്ക് കൈമാറ് എന്ന് പറഞ്ഞു. മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ശാശ്വത ദൈവമായി അനാദിയുള്ളവനായി ഇന്നും മഹിമയുടെ വലഭാഗത്ത് ജീവിച്ചിരിക്കുന്നവൻ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ മറുപടി ഇച്ചിരി താമസിക്കും. പക്ഷെങ്കിൽ ആ മറുപടി പൂർണ്ണമായിരിക്കും. അതുവരെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ കാത്തിരിക്കും, ഒന്നിനോടും എതിർക്കാതെ, ഒന്നിനോടും പ്രതികരിക്കാതെ. പക്ഷേ കാണാൻ പോയ പെന്തക്കോസ്തുകാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു.